നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബി.ജെ.പി. വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വലപ്പാട് ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവോണനാളിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവത്തിന് കൊടിയേറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തുകൾക്ക് മുന്നിൽ മാർച്ച് നടത്തി. തൃശൂരിൽ ലോറിയിൽ നിന്ന് വീണ ഇരുമ്പ് പൈപ്പ് കുത്തിക്കയറി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. ബി.ജെ.പി. വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വലപ്പാട് ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, തെരുവുനാശല്യം ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ചും ധർണയും ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ സെക്രട്ടറി സജ്ജനി മുരളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ MP സുരേഷ് ഗോപി അവർ ഒരു വാട്ടർ ടാങ്ക് കൊടുക്കുകയും വെറും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കുകയും പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ആ ഒരു പദ്ധതി ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങളെ വീണ്ടും ഈ നല്ല മഴക്കാലത്ത് പോലും കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണ്. മുൻകൈ എടുക്കാതെ ജനങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഭരണസമിതി പോകുന്നത് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത് കണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇനിയും ഇതിനേക്കാളും വലിയ സമരങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബി.ജെ.പി. എളമുട്ടം മേഖലാ പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് KV അരുണഗിരി, മണ്ഡലം സെക്രട്ടറി ഷൈജു കൊട്ടുകൽ, മെമ്പർമാരായ ശോഭന ഷൺമുഖൻ, ജിഷ സതീഷ്, ജിതിൻ റാം, OBC മോർച്ച ജില്ലാ സെക്രട്ടറി രഘുലാൽ വടക്കുംചേരി എന്നിവർ സംസാരിച്ചു. വാസുദേവൻ തെക്കിനേടത്ത്, സിജി സോമസുന്ദരൻ, ഉണ്ണികൃഷ്ണൻ ആളൂപ്പറമ്പിൽ, EK രാമചന്ദ്രൻ, ശ്രുതി ധനീഷ് എന്നിവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി. എടമുട്ടം മേഖലാ ജനറൽ സെക്രട്ടറി സൗമ്യൻ എടിയിരിപ്പിൽ സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് വലപ്പാട് മേഖലാ പ്രസിഡന്റ് മോഹൻദാസ് ഭഗവതി പറമ്പിൽ നന്ദി പറഞ്ഞു. തിരുവോണനാളിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവത്തിന് കൊടിയേറി. അവണങ്ങാട്ട് കളരി AU രഘുരാമ പണിക്കർ കൊടിയേറ്റ് കർമ്മ നിർവഹിച്ചു. താനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, നാട്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത്, MV സുരേഷ്, ബെന്നി തട്ടിൽ, ആൻഡോ തറയൻ, സിജോ പുലിക്കോട്ടിൽ, താനെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീനാദേവി, നാട്യ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അംബിക ടീച്ചർ, TB മായ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായ വത്സൻ കുറുപ്പത്ത്, PC ശശിധരൻ, CJ റോബിൻ, MS സജീഷ്, മണി നാട്ടിക, MV പവനൻ എന്നിവർ സംബന്ധിച്ചു. 26-ന് തിരുവോണ നാളിലാണ് തൃപ്പയാർ ജലോത്സവം. 20-ലധികം ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തുകൾക്ക് മുന്നിൽ മാർച്ച് നടത്തി. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, പദ്ധതിക്ക് ആവശ്യമായ തുക വകയിരുത്തുക, തൊഴിലാളികൾക്ക് ഓണം ഉത്സവ ഭത്ത ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് NREG വർക്കേഴ്സ് യൂണിയൻ നാട്ടിക ഏരിയ സെക്രട്ടറി KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ശ്രീദേവി ദിനേശ് അധ്യക്ഷത വഹിച്ചു. AV സതീഷ്, NR ഖാൻ, ജൂലിയറ്റ്, സുബൈദ, അബ്ദുൾ ജബ്ബാർ, PH ബാബു തുടങ്ങിയവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു ഉദ്ഘാടനം ചെയ്തു. സുജിത സലീഷ് അധ്യക്ഷത വഹിച്ചു. KS സനീഷ്, വിനീത മോഹൻദാസ്, KA കരീം, ഗോപിനാഥൻ, രവീന്ദ്രൻ, ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് യൂണിയൻ ഏരിയ സെക്രട്ടറി TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. TS ഗോപിനാഥൻ അധ്യക്ഷനായി. പ്രിയ ഹരിലാൽ, PM ആൽഫ, MA ബിനീഷ്, ഹസീന റഷീദ്, രതി ഗോപിനാഥ്, വിജിത ഗണേഷ്, KC ഗിരീഷ്, ബിന്ദു അനിൽ തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂരിൽ ലോറിയിൽ നിന്ന് വീണ ഇരുമ്പ് പൈപ്പ് കുത്തിക്കയറി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ പുറത്തേക്ക് വീണ് ബൈക്ക് യാത്രികനായി യുവാവിന് ദാരുണാന്ത്യം. ഹൈലൈറ്റ് മാളിന് മുന്നിലാണ് അപകടം നടന്നത്. ഇരുമ്പ് കമ്പികളും പൈപ്പുകളുമായി പോവുകയായിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നതിനിടെ ലോറിയിൽ നിന്ന് പൈപ്പുകൾ പുറത്തേക്ക് വീഴുകയായിരുന്നു. പിന്നാലെ ബൈക്കിൽ വരികയായിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് ഇരുമ്പ് കമ്പി കുത്തിക്കയറുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഗതാഗത ദുരിതത്തിന് പരിഹാരമായി കണിമംഗലം പാലക്കൽ റോഡിന്റെ പ്രധാന നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. കഴിഞ്ഞ ജൂൺ മാസം 14 നിർമ്മാണം ആരംഭിച്ച കണിമംഗലം പാലക്കൽ 500 മീറ്റർ റോഡ് പണി 60 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നായിരുന്നു റോഡ് നിർമ്മാണ കമ്പനിയായ KSTP അധികൃതർ ഉറപ്പു നൽകിയത്. എന്നാൽ 67-ാം ദിവസം റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയായിരുന്നു. ഏറെ കാലം നിർമ്മാണം പൂർത്തിയാകാതെ തകർന്നു കിടന്നിരുന്ന റോഡിന്റെ അവസ്ഥയെ തുടർന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ഗീതാഗോപി MLA, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് പാലക്കൽ റോഡ് നിർമ്മാണ പ്രവർത്തികൾ ദ്രുതഗതിയിലാക്കിയത്. റോഡ് തുറന്നു കൊടുത്തുവെങ്കിലും പാലക്കൽ സെൻട്രലിലെ അപ്രോച്ച് റോഡുകൾ, കണിമംഗലം പാടം മുതലുള്ള റോഡിന്റെ സൈഡ് ഭാഗങ്ങളിലെ കോൺക്രീറ്റ് നിർമ്മാണ പ്രവർത്തികളും പൂർത്തിയാക്കാനുണ്ട്. പണികൾ പുരോഗമിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയായ കണിമംഗലം പാലക്കൽ റോഡ് ഗതാഗത യോഗ്യമാക്കിയതിന്റെ ഉദ്ഘാടനം ഗീതാഗോപി MLA നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, അവനിശ്ശേരി ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ റോസ്ലി ജോയ്, സിജോ ജോർജ്, KSTP അധികൃതർ, ബസ് ഓണേഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ KR ചുമ്മാർ ഹാളിൽ വെച്ച് ഓണാഘോഷം സംഘടിപ്പിച്ചു. നാട്ടി നിയോജക മണ്ഡലം യൂത്ത് വിംഗ് ചെയർമാൻ താജുദ്ദീൻ കാവുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോസ് അരിമ്പൂർ പല്ലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിജോ ജോർജ്, ട്രഷറർ അജയൻ മേനോത്തുപറമ്പിൽ, പഞ്ചായത്ത് അംഗങ്ങളായ CL ജോബി, ബിജു അണ്ടയെഴുത്ത് എന്നിവർ സംസാരിച്ചു. ഓണസദ്യക്ക് യൂണിറ്റിലെ വ്യാപാരികൾ പങ്കെടുത്തു. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ യുവജന വിഭാഗമായ ISM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷവും ഇസ്തിഗാസയും ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന വിഷയത്തിൽ ആദർശ മുഖാമുഖം സംഘടിപ്പിക്കും. ശനിയാഴ്ച വൈകുന്നേരം 4:30 മതിലകം പൗരാമണ്ഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഹമ്മദ് നബി മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്ന പ്രമേയത്തിൽ KSIM മെയ് മുതൽ ഡിസംബർ വരെ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KA അബ്ദുൾ ഹസീബ് മദനി, ജാമിയ ബുസ്താനുൽ ഉലൂം ഡയറക്ടർ അഹമ്മദ് അനസ് മൗലമി, നസ്രുദ്ദീൻ റഹ്മാനി, അബ്ദുൾ മജീദ് സുഹരി, സാലിഷ് വടാനപ്പള്ളി, ഷെമീർ സൊലാഹി, അനസ് സൊലാഹി, കോഴിച്ചന എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KNM ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് സാഹിബ്, ISM ജില്ലാ പ്രസിഡന്റ് PA അബ്ദുൾ ഗഫൂർ, ജില്ലാ ട്രഷറർ മുഹമ്മദ് ഷാഫി, നൌഷാദ് മതിലകം, ഇർഹാൻ സാഹിൽ, ഹാഫിസ് അമീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തിരുത്തിയിലെ മികച്ച കർഷകനായ സിദ്ദിഖ് പള്ളിപ്പറമ്പിലിന്റെ കൃഷിയിടത്തിലെ നേന്ത്രവാഴകളുടെ വിളവെടുപ്പ് നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, കൃഷി ഓഫീസർ KA മേഘ, കൃഷി അസിസ്റ്റന്റ് V വിപിൻ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തിരുത്തി മുനയത്ത് 1 ഏക്കറോളം സ്ഥലത്താണ് സിദ്ദിഖ് പള്ളിപ്പറമ്പിൽ നേന്ത്രവാഴ കൃഷി നടത്തുന്നത്. 300-ലധികം നേന്ത്രവാഴകളാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. മികച്ച പരിചരണത്തിലൂടെ വളർത്തിയ വാഴകളിൽ നിന്ന് മികച്ച വിളവാണ് ലഭിച്ചതെന്ന് സിദ്ദിഖ് പറഞ്ഞു. നേന്ത്രവാഴ കൃഷിക്ക് പുറമെ വിവിധയിനം പച്ചക്കറികളും കൃഷിയിടത്തിൽ സിദ്ദിഖ് കൃഷി ചെയ്തു വരുന്നുണ്ട്. പരമ്പരാഗത കൃഷിരീതിക്കൊപ്പം ശാസ്ത്രീയമായ കൃഷിരീതികളും പ്രയോജനപ്പെടുത്തി കാർഷിക മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന കർഷകനാണ് സിദ്ദിഖ്. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് ഉപഹാരം സമർപ്പിച്ചു. സ്കൂളിലെ 1975 SLC ബാച്ച് വിദ്യാർത്ഥികളാണ് ഉപഹാരം നൽകിയത്. LP, ഹൈസ്കൂൾ, VHSC, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ പ്രധാന അധ്യാപകർക്കാണ് റിവോൾവിംഗ് കസേരയും ഫാനുകളും നൽകിയത്. സംഘടനാ പ്രസിഡന്റ് PT രാമചന്ദ്രൻ, സെക്രട്ടറി ജോർജ് കുറ്റിക്കാടൻ, ട്രഷറർ അശോകൻ തറയിൽ, വേണു വലിയ പറമ്പിൽ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് ഗംഗ, മുരളി തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ PT രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിച്ചു. തൃശൂർ ജില്ലാ ആസൂത്രിത കമ്മിറ്റിയിലേക്ക് തൃശൂർ കോർപ്പറേഷൻ പ്രതിനിധിയായി പരവടാട് ഡിവിഷൻ പ്രണവ് ലാലിനെ തിരഞ്ഞെടുത്തു. തൃശൂർ കോർപ്പറേഷൻ ഹാളിൽ നടത്തിയ വോട്ടെടുപ്പിൽ ജില്ലാ കളക്ടർ ഭരണാധികാരിയായിരുന്നു. സ്ഥാനാർത്ഥിയെ കോർപ്പറേഷൻ മേയർ നിധി ജസ്റ്റിൻ നിർദ്ദേശിച്ചു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് പിന്താങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി TR സന്തോഷ്, ജേക്കബ് പുലിക്കോട്ടിൽ, ലിലി ജോഷ്, ഷീന ചന്ദ്രൻ, കരോളി ജോഷുവ, മേഴ്സി ഡൈസൺ, ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ കോർപ്പറേഷൻ കൗൺസിലർമാർ പുതിയ DPC മെമ്പറെ അനുമോദിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും
ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താ നേരം തുടരുന്നു. അന്തിക്കാട്ടെ പെൻഷൻ അസോസിയേഷൻ പ്രവർത്തകർ സത്യൻ അന്തിക്കാടിന്റെ വീട്ടിലെത്തി ഓണാഘോഷത്തിന് തുടക്കമിട്ടു. മുൻ എക്സൈസ് ഉദ്യോഗസ്ഥൻ KV ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. സംവിധായകൻ മണിലാൽ, സംഗീത അധ്യാപകൻ ദിനേശ് ഫിലിം, എഡിറ്റർ ബിനു ചോയ്, ക്യാമറാമാൻ നിഖിൽ വിശ്വംഭരൻ, കവയത്രി യതി പതിശ്ശേരി, വിശാലാക്ഷി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. തളിക്കുളം സ്വദേശി കളത്തിൽ കുട്ടപ്പൻ മകൻ രാജു ആണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 8:45 അപകടം. ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ വടക്കു ഭാഗത്തു നിന്നും വന്ന ബൈക്ക് ഇയാളെ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാജുവിനെയും ബൈക്ക് യാത്രക്കാരായ മലപ്പുറം വെളിയങ്കോട് സ്വദേശി 31 വയസ്സുള്ള ഷംഷാദ്, പാലക്കാട് പട്ടാമ്പി സ്വദേശി 38 വയസ്സുള്ള മുനീർ എന്നിവരെയും തളിക്കുളം മെക്സിക്കൻ ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാത്രി വൈകി രാജു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിൽ സ്വർണ്ണക്കടയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃപ്പയാർ സ്വദേശി 52 വയസ്സുള്ള സജീവാണ് മരിച്ചത്. വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്ന നിലയിലായിരുന്നു. ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു. തൃശൂർ പറപ്പൂരിൽ വീട്ടിൽ വൻ കവർച്ച. 50 പവനോളമാണ് കവർച്ച നടന്നത്. നാലകത്ത് ഷക്കീർ എന്നയാളുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട്ടുകാർ ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് പുലർച്ചയ്ക്കും ഇടയിലായിരുന്നു മോഷണം. വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ബെഡ്റൂമിലെ അലമാരകൾ കുത്തിപ്പൊളിച്ചാണ് സ്വർണം കവർന്നത്. വീട്ടുകാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്വർണവും മകളുടെ കല്യാണാവശ്യത്തിനായി വാങ്ങിയ സ്വർണവും മോഷണം പോയവയിൽ പെടും. മറ്റൊരു കിടപ്പുമുറിയിലെ അലമാരയിൽ 4 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ല. പേരാമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുലിക്കളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖേദപ്രകടനവുമായി നടൻ VK ശ്രീരാമൻ. തന്റെ അഭിപ്രായം പക്വതയുള്ളത് ആയില്ലെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പുലിക്കളി കലാകാരന്മാർക്കും അതിനോട് ബന്ധപ്പെട്ടവർക്കും അനുചിതമായ പദപ്രയോഗങ്ങൾ മനോവിഷമം ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഖേദം രേഖപ്പെടുത്തുന്നു. ഈ നൃത്ത കലാരൂപത്തെ കുറെ കൂടി മനോഹരമാക്കാനുള്ള ശ്രമങ്ങൾ കലാകാരന്മാരുടെയും സംഘാടകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് VK ശ്രീരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസമാണ് പുലിക്കളിയെ അധിക്ഷേപിച്ചുകൊണ്ട് VK ശ്രീരാമൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇതിനെതിരെ പുലിക്കളി സംഘങ്ങൾ ഉൾപ്പെടെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. VK ശ്രീരാമന്റെ പോസ്റ്റിനെതിരെ നിരവധി രാഷ്ട്രീയ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. തൃശൂർ നായ്ക്കനാൽ ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 4ാമത് ദേശക്കുമ്മാട്ടിയുടെ കൊടിയേറ്റം ഡെപ്യൂട്ടി മേയർ A പ്രസാദ് നിർവഹിച്ചു. ഡിവിഷണൽ കൗൺസിലർ പൂർണിമ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഫ്രണ്ട്സ് ക്ലബ് രക്ഷാധികാരി TR ഹരിഹരൻ, പ്രസിഡന്റ് TH രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടോണ നാളിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി കുമ്മാട്ടികൾ അണിനിരക്കുന്ന ഘോഷയാത്ര തൃശൂർ വിവേകോദയം സ്കൂളിൽ നിന്ന് ആരംഭിച്ച് സ്വരാജ് റൗണ്ടിലെത്തി സമാപിക്കുന്നു. പുലിക്കളി സംഘങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം വർദ്ധിപ്പിക്കാൻ മന്ത്രി OJ ജനീഷിന്റെ ഇടപെടൽ. നിലവിലെ സർക്കാർ സഹായമായ 50,000 രൂപയിൽ നിന്ന് മധ്യായ വർധനവ് ആവശ്യപ്പെട്ടാണ് യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി, സംസ്കാര വകുപ്പ് മന്ത്രി PC വിശ്വനാഥിന് കത്ത് നൽകിയത്. നിലവിലെ ധനസഹായം അപര്യാപ്തമാണെന്ന് പുലിക്കളി സംഘങ്ങൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. 9 സംഘങ്ങളാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. തുക വർദ്ധിപ്പിക്കാമെന്ന ഉറപ്പ് ലഭിച്ചതായി മന്ത്രി OJ ജനീഷ് അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു. ആഘോഷ പരിപാടിയുടെ ആവശ്യത്തിന് 19,10,000 രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയത്. 25-ന് ക്ഷേത്രത്തിൽ ഉത്രാടം കാഴ്ചശീവേലി സമർപ്പണം നടക്കും.
രാവിലെ ശീവേലിക്ക് ശേഷമാണ് കാഴ്ചക്കുല സമർപ്പണം. സ്വർണ്ണക്കൊടി മരച്ചുവട്ടിൽ മേൽശാന്തി ആദ്യ കാഴ്ചക്കുല സമർപ്പിക്കും. തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും അംഗങ്ങളാകും. കാഴ്ചക്കുല സമർപ്പിക്കാനെത്തുന്ന ഭക്തർക്ക് പ്രത്യേക വരി സംവിധാനം ഒരുക്കും. തിരുവോണ ദിവസം 26-ന് പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച ശീവേലി മേളവും ഉണ്ടാകും. പുലർച്ചെ 4:30-ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം. ക്ഷേത്രം ഊരാണൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ സമർപ്പിക്കും. തുടർന്ന് ചെയർമാനും ഭരണസമിതി അംഗങ്ങളും സമർപ്പിക്കും. ഉഷാപൂജ വരെ ഓണപ്പുടവ സമർപ്പിക്കാം. രാവിലെ 9 മണിക്ക് തിരുവോണ സദ്യ തുടങ്ങും. 10,000 ആളുകൾക്കാണ് തിരുവോണ സദ്യ ഒരുക്കുന്നത്. തിരുവോണ ദിവസം കൊമ്പൻ ബൽറാമും ഉച്ചതിരിഞ്ഞ് ഇന്ദ്രസനും രാത്രി രാജശേഖരനും കോലമേറ്റും. രാവിലത്തെ ശീവേലിക്ക് കോട്ടപ്പടി സന്തോഷ് മാരാരും ഉച്ചതിരിഞ്ഞ് ഗുരുവായൂർ ശശിമാരാരും മേളം നയിക്കും. ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഉത്രാട ദിവസം മുതൽ ചതയം വരെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനത്തിന് നിയന്ത്രണം ഉണ്ടാകും. കൂടുതൽ ഭക്തർക്ക് ദർശനം ഉറപ്പാക്കുന്നതിനായി 1 മണിക്കൂർ ദർശന സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാധാരണ 4:30-ക്ക് തുറക്കാറുള്ള ക്ഷേത്രം ദിവസങ്ങളിൽ 3:30-ക്ക് തുറക്കും. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, AU ഷിനിജ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ മാസം 23, 30, സെപ്റ്റംബർ 13 തീയതികളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ റെക്കോർഡ് വിവാഹ തിരക്ക് പ്രമാണിച്ച് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു. ഈ ദിവസങ്ങളിൽ പുലർച്ചെ മുതൽ കല്യാണങ്ങൾ നടത്തും. താലികെട്ടിനെ 6 മണ്ഡപങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കിഴക്കേ നട പൂർണ്ണമായും വൺ വേ ആക്കും. വധുവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ 24 പേർക്ക് മാത്രമാണ് മണ്ഡപത്തിന് സമീപം പ്രവേശനം അനുവദിക്കുക. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. ദേശീയപാത വാണിയമ്പാറയിൽ പാഴ്സൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അരമണിക്കൂർ വ്യത്യാസത്തിലാണ് ഇരുവാഹനം മറിഞ്ഞത്. അതിരപ്പള്ളി പ്ലാന്റേഷനിൽ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ കാട്ടാനക്കുട്ടി വീണു. ഏറുമുഖം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ആനക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് തൊഴിലാളികൾ സ്ഥലത്തെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ആഴമില്ലാത്ത കുഴിയായിരുന്നതുകൊണ്ട് രക്ഷാപ്രവർത്തനം വേണ്ടി വന്നില്ല. ആനക്കുട്ടി മണ്ണിടിച്ചിട്ട് കയറിപ്പോന്നു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന് മുൻപിൽ ഡ്രൈവറും കുടുംബവും ശവമഞ്ജരവുമായി സമരം നടത്തി. മാപ്രാണം മാടായിക്കോണം സ്വദേശി കണ്ണാട്ട് വീട്ടിൽ സജീവ് കുമാറും കുടുംബവുമാണ് നീതി കിട്ടിയില്ലെന്ന് ആരോപിച്ച് പോലീസ് സ്റ്റേഷന് മുൻപിൽ സമരം നടത്തിയത്. കഴിഞ്ഞ ആഗസ്റ്റ് 1-ന് സജീവ് കുമാറിന് ഡെലിവറി വാഹനം ഓടിക്കുന്നതിനിടയിൽ സ്കൂട്ടർ യാത്രക്കാരനായ കഴിക്കോട്ടുകണം സ്വദേശി ബൽറാം എന്നയാൾ മർദ്ദിച്ചിരുന്നു. സ്കൂട്ടറിന്റെ താക്കോൽ ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ മുഖത്തും മറ്റും ഗുരുതരമായി പരിക്കേറ്റ സജീവ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അന്വേഷണത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥ മൊഴിമാറ്റി പറയാൻ നിർബന്ധിച്ചതായി നിസ്സാര വകുപ്പുകൾ ചേർത്ത പ്രതിക്കെതിരെ കേസെടുക്കുകയും സ്റ്റേഷൻ ജാമ്യം നൽകിയതായി സജീവ് കുമാർ ആരോപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വലപ്പാട് ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവോണ നാളിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവത്തിന് കൊടിയേറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തുകൾക്ക് മുന്നിൽ മാർച്ച് നടത്തി. തൃശൂരിൽ ലോറിയിൽ നിന്ന് വീണ ഇരുമ്പ് പൈപ്പ് കുത്തിക്കയറി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.